ഓമന നീ വരുമ്പോൾ കുറച്ച് സവാളയ്ക്ക് എടുത്തോടി. ഓ, ഇതൊക്കെ ഒരു നിയോഗം എൻ്റെ അളിയാ. അല്ലേ പിന്നെ ആ കുര്യൻ സാറ് മരിക്കാനും ആ ഒഴിവിലേക്ക് പാർട്ടി അളിയനെ നിർദ്ദേശിക്കാനും ഒക്കെ എന്നാ ഒരു കാരണം? ഇതൊക്കെ അവിടെ തീരുമാനമൊന്നും ആയിട്ടില്ലെന്നേ. തന്നെയല്ല ഞാനോട് സംഭവിച്ചിട്ടുമില്ല. ഇനി ഇപ്പോൾ കേൾക്കുന്നതൊക്കെ ചുമ്മാ കരക്കമ്പയാ. കയറി അങ്ങ് നിൽക്കണമെന്ന് ചുമ്മാ ഒന്നുമില്ലല്ലോ. അളി യോഗ്യനായോണ്ടല്ലേ ഈ കരക്കമ്പിയൊക്കെ കേൾക്കുന്നത് തന്നെ. നമ്മുടെ ഈ വാർഡിൽ എത്ര ആർസിക്കാർ കാണുമെന്നാണ്. കണ്ണു അടച്ചൊരു 100-110 വീട്ടുകാർ കാണും. അവർ മാത്രം വിചാരിച്ചാൽ മതി, അല്ലെങ്കിൽ റോക്കറ്റ് വിട്ടാലും കയറിപ്പോവും. ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട ചാച്ച. ചാച്ചൻ ഈ 30 വെച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ. അങ്ങ് വലിക്കുന്നു. ചേച്ചി എന്നാ വട്ടയപ്പോ. അളിയനൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ ബൈ ഇലക്ഷനിൽ നിൽക്കുന്നു, ജയിക്കുന്നു. പിന്നെ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, അസംബ്ലി. അളിയനങ്ങ് കയറി പോകുന്നോലേ നമ്മുടെ മരിയ കൺസ്ട്രക്ഷനും അവൻ കയറുവേ. പിന്നെ എനിക്ക് ഹൈവേ എങ്കിലും പണിയണം. അതെൻ്റെ ഒരു ഡ്രീമാണ് എൻ്റെ അളിയ. ഇതൊക്കെ നേരാമണ്ണം പോവാണല്ലേ പിന്നെ നമ്മുടെ കുഞ്ഞുമൊക്കെ ഞെളിഞ്ഞങ്ങ് നടക്കാം. കുഞ്ഞോൾ ഓർമ്മ അടിക്കുന്നോടി. ജർമ്മൻ ഗ്ലാസ് നിൽക്കുന്നു. ഹോസ്റ്റലിലൊക്കെ വെള്ളമൊഴിക്കുക ഉണ്ടോടി? ഇടയ്ക്കൊക്കെ എല്ലാവരും കൂടെ മേടിച്ചടിക്കാറുണ്ട്. ഓമന ഓർമ്മ അടിക്കുന്നോടി. ഓ വേണ്ട വേണ്ട. അതെ, ഈ വട്ടയപ്പം എല്ലാവരും കൂടെ തീർത്തേ. മാറ്റി വെച്ച് വെറുതെ എടുത്ത് കളയത്തേ ഉള്ളൂ. മോള് 2 ദിവസം കൂടി വന്നാൽ അടുത്ത ആഴ്ച ഡേറ്റിന് കൊടുത്ത് നമുക്ക് ടെസ്റ്റിന് പോവാം. ഇപ്പോൾ നല്ല ക്ലിയറാ. സൂസി ചേച്ചി, ആ കോളേജ് പടി കഴിഞ്ഞിട്ട് കയറിക്കോ. ഓ എൻ്റെ തങ്കം ചേട്ടാ, എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല. നാളെ ആണേലും മതി. റോഡൊക്കെ തെന്നിത്തെറിച്ച് കിടക്കണ കണ്ടോ? ബെസ്റ്റ്. എന്നാൽ ലിസി ചേച്ചി വാ. എനിക്കൊരു മേലായിക പോലെ ആശാനെ മൂടില്ല. എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാ വരുന്നേ? വീട്ടിൽ ഇരുന്ന 100 കൂട്ടം പണിയാ എൻ്റെ തങ്കം ചേട്ടാ. ഞങ്ങൾ ഇച്ചിരി പയ്യെ പഠിച്ചോളാം. ചേട്ടാ എന്നാ പിന്നെ അവരുടെ ടൈം കൂടെ ഞാൻ എടുത്തോട്ടെ. ആ വിട്. കോളേജ് പടി കഴിഞ്ഞാൽ 5 രൂപയുടെ പലചരക്കട തുടങ്ങിയിട്ടുണ്ട്. മോൾ അങ്ങോട്ട് വിട്. തങ്കം ചേട്ടാ, നിങ്ങളുടെ കുട്ടായി അല്ലേ അത്? നീ എന്നെ കുറിച്ച് അവളെ കുറിച്ച് എന്തെങ്കിലും എഴുതോ വരയ്ക്കോ ചെയ്താലോ മുട്ടാലെ അടിച്ച് ഞാൻ പൊട്ടിക്കും. നിങ്ങളെ പറ്റിയാന്ന് ആരാണ് പറഞ്ഞത്? എനിക്ക് ഇഷ്ടമുള്ള ഒരു പടം വരയ്ക്കാൻ പറ്റില്ല. നീ ഇതെന്നതാണ് കുട്ടായി കാണിക്കുന്നത്? തങ്ങപ്പാപ്പ എന്നെ കാണിക്കാൻ ഇപ്പം ഇങ്ങോട്ട് വന്ന്. ഓ ഞാനിപ്പോൾ വന്നില്ലേ കാണാമായിരുന്നു. അതെ, നീ ഏതാ പെങ്കൊച്ചിൻ്റെ കാര്യം പറഞ്ഞേ? അതിൻ്റെ ഒരു ഫ്രണ്ടാണ്. ആ നീ ആ കടയിൽ കയറി വല്ലതും കഴിച്ചുകൊണ്ടിരുന്നു. ഞാനിതേ ഇത്ര വിട്ടിട്ട് പോകാം. ഓക്കെ ആ കയറിയോ? ചേട്ടൻ കുഞ്ഞിപ്പെണ്ണപ്പ വന്നു. ചേട്ടന് ശനിയോ ഞായറോ അവധിയുള്ളപ്പോഴെങ്കിലും വീട്ടിലോട്ടൊന്ന് വന്നൂടെ? നമ്മുടെ കെട്ടിയല്ലാതെ പറ നോക്കാം. നീനെ കാണിച്ചേനെ. എപ്പോഴാ ചേട്ടാ ഇവ എന്നെ മനസ്സിലാക്കുന്നത്? അതവൻ്റെ പ്രായത്തിൻ്റെ അടി. അതങ്ങ് ശരിയായിക്കോളും.
നീ വാ. ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിലും ഉത്തരവാദിത്വപ്പെട്ട പദവി വഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും തുടക്കം മുതൽക്കേ തന്നെ നമ്മുടെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട എൻ്റെ എതിർപ്പുകൾ ഞാൻ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. പാർട്ടി മതത്തിലേക്ക് ചുരുങ്ങുന്നു, യുവാക്കളുടെ പ്രാതിനിധ്യക്കുറവ് തുടങ്ങിയ കാര്യഗൗരവമുള്ള വിഷയങ്ങൾ നമ്മൾ നമ്മുടെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെടുത്തിട്ടുള്ളതാണ്. പക്ഷേ പാർട്ടി ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ നമ്മുടെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും 3-ാം വാർഡിലെ സീറ്റ് ഉറപ്പിക്കുക എന്നതാണ് പാർട്ടിയുടെ പരമപ്രധാനമായിട്ടുള്ള ഇപ്പോഴത്തെ ലക്ഷ്യം. നമ്മുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിനായിട്ട് സഖാവ് രവിയേട്ടൻ എവിടെയുണ്ട്? രവിയേട്ടൻ. സഖാവ് പ്രദീപ് പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിലും പാർട്ടിക്ക് യാതൊരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടില്ല. ഇവിടെ പലർക്കും അറിയില്ലെങ്കിലും നമ്മുടെ മാത്യു സാറിൻ്റെ പിതാവ് ദേവസ് ചേട്ടൻ അന്ന് അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിരുന്ന അനീതികൾക്ക് കൂടെ സ്വന്തം പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ച് നമ്മോടൊപ്പം ചേർന്ന ആളാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലേക്കുള്ള വരവ് തന്നെ ഒട്ടനവധി UDPക്കാരെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. 2.5 പതിറ്റാണ്ടോളം കാലം നമ്മുടെ സർവീസ് സഹകരണ ബാങ്കിൽ സേവനമനുഷ്ഠിച്ച മാത്യു സാറിൻ്റെ സഹായ സന്നദ്ധത ഇവിടെ അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രത്തോളം നല്ലൊരു സ്ഥാനാർത്ഥിയെ നമുക്ക് വേറെ കിട്ടാനും ഇല്ലാതാനും. നിങ്ങളെല്ലാവരുടെയും അനുഭവത്തോടു കൂടി തന്നെ നമ്മുടെ 3-ാം വാർഡിലെ CRPയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മാത്യു സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. മാത്യു സാറേ, 2 വാക്ക്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ അപ്രതീക്ഷിതമായും അവിചാരിതമായാണ് ഈ സ്ഥാനാർത്ഥിത്വം എന്നിലേക്ക് വന്നു ചേർന്നത്. ഒരുപാട് ചർച്ചകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ശേഷമാണ് ഈ തീരുമാനത്തിലെത്തിയതെന്നാണ് സഖാവ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരേണ്ടതുണ്ട്. അതിലേക്കായി ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ അതിലേക്കും എൻ്റെ വിജയത്തിലേക്കും നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചുകൊള്ളും. ഇലക്ഷൻ്റെ കാര്യമൊക്കെ ഏതാണ്ട് ഉറപ്പിച്ച മട്ട. അവനൊക്കെ എന്നാ തോന്നണേ? നല്ല കാര്യമല്ലേ മാത്യു, അതിന് കറക്റ്റായിരിക്കുന്നേ. ഒന്നുമില്ലേലും സഹകരണ ബാങ്കിലിരുന്ന് റിസ്ക് എടുത്ത് ആൾക്കാർക്ക് ഉപകാരം ചെയ്യുന്ന അത്ര പാടൊന്നുമില്ല ഇതിന്. അവൾ വന്നിട്ട് പെട്ടെന്ന് പോയല്ലോ. ഓക്കെ അല്ലേ? അവൾക്കെന്നാ കുഴപ്പം? കോളേജിൽ എന്തോ ഫെസ്റ്റ് നടക്കുന്നു, അതാ ഇന്ന് തന്നെ പോയെ. നോക്കിയിട്ട് കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷേർലിയോട് പറയാൻ പറ ശാലു. ഓക്കെ. ഇതെങ്ങനെ വെട്ടുകുത്തും പ്രേമം തന്നെയാണോ? ആ, ഒരിത്തിരി മയമുണ്ട്. ശരിയെങ്കിൽ ദേവസ് ചേട്ടോ, ഇലക്ഷൻ വർക്കൊക്കെ പയ്യെ മുതലങ്ങ് തുടങ്ങും. ആഹാ, അപ്പോൾ എല്ലാം നന്നായിട്ട് വരട്ടെ. ഇലക്ഷൻ്റെ കാര്യം ചാച്ചനോടൊന്ന് പറഞ്ഞേരെ.
ചാച്ച കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ടേ, കഴിക്കണേ. ചാച്ച എന്നാ ഞാൻ ഇറങ്ങുവാണേ. ഏതായാലും ഞാൻ വാട്സപ്പ് ചെയ്ത കമൻ്റ് അങ്ങ് ചാമ്പ് റിപ്ലൈ വരുമ്പോൾ പറ, ബാക്കി അപ്പോൾ തരാം. രവിയേട്ടാ, ആ ഇലവമ്പാറ ഭാഗത്തെ നമുക്കൊന്ന് കാര്യമായിട്ട് ഇറങ്ങേണ്ടി വരും. അവന്മാരുടെ ഇടപെടൽ ഒരു ഇച്ചിരി കൂടുതലുള്ളൊരു ഏരിയ. പിന്നെ ഇവിടെ നോക്കിയേ, നമുക്കേ അവിടെ ഒരു കൺവെൻഷൻ വെച്ചാലോ? വേണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കപ്പ ബിരിയാണി സെറ്റപ്പ് കൂടെ പിടിക്കാം. പരിപാടി കുറച്ച് കളറാവട്ടെ. സാറേ, പള്ളിയിലൊക്കെ നമ്മുടെ കാര്യം അച്ഛനോടൊന്നും സാറ് പറയില്ലേ? അതിന് വേണം. എന്തെങ്കിലും പിടിച്ച് കയറണ്ടേ സാറേ? അതുപോലെ സാറേ, അതെ ഈ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തേക്കണേ, ഇല്ലെങ്കിൽ ആ നോമിനേഷൻ്റെ സമയത്ത് വെറുതെ വെപ്രാളപ്പെടും. സാർ ഒന്ന് സാർ നമ്മുടെ ദിലീപ് വക്കീൽ പറഞ്ഞറിഞ്ഞതാ സംഭവം. നേരത്തെ എന്തോ ഫയൽ ചെയ്തതാ. ഇതിപ്പോൾ ആകെ ഇടങ്ങേറാവൂലോ സഖാവേ. വിജ്ഞാപനവും നോമിനേഷൻ്റെ ഡേറ്റും ഒക്കെ ഇപ്പിങ് എത്തും. ഒരു നാട്ട കേസ്. താൻ ടെൻഷനാവാതിരിക്കേ. എന്നെ പറ്റിയടാ? അമ്മരോട് പിന്നെ അലമ്പുണ്ടാക്കിയോ? ടൈ തങ്കപ്പാവിന് മാത്യു സാറായിട്ട് തന്നെ ഇടപാട്. ഇവരുടെ അടുത്ത് എനിക്ക് മനസ്സിലാകാൻ കിട്ടത്തില്ല.